വിഷ്ണു ECPSC ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി എന്ന പാർട്ടിനകത്തെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നൊരു ടോപ്പിക്കാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ പഠനത്തിന് ഉപകാരപ്പെടുത്തിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ചാനൽ എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഓക്കെ, ഇപ്പം ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ ഒരു സ്റ്റാർട്ടിങ് ഏരിയ ആയതുകൊണ്ട്, സ്റ്റാർട്ടിങ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ആറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ കെമിസ്ട്രിയെക്കുറിച്ച് കുറച്ച് അടിസ്ഥാന ഘടകങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പം രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമമാണ് എന്ന് പറയുന്നത് ആൽക്കലി എന്നാണ്. രസതന്ത്രം ആദ്യകാലങ്ങൾ അറിയപ്പെട്ടത് ആൽക്കമി എന്ന പേരിലാണ്. രസതന്ത്രം ആദ്യകാലങ്ങൾ അറിയപ്പെട്ടത് ആൽക്കമി എന്ന പേരിലാണ്, അല്ലേ? ഈ ആൽക്കമി എന്ന പേര് കൊടുത്തത് ആരെന്ന് ചോദിച്ചത് അറബികളാണ്. രണ്ട് ജനറലായിട്ടുള്ള അറബിയായിട്ട് വെച്ചിരിക്കുക. രസതന്ത്രം ആദ്യകാലങ്ങളിൽ ആൽക്കമി എന്നറിയപ്പെട്ടിരുന്നു. ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം, രസതന്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ, ദ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് ചോദിച്ച ഉത്തരവാരാണ്, അത് റോബർട്ട് ബോയിലാണ്. ഏത് രസതന്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? റോബർട്ട് ബോയിലാണ്. ആരെന്ന് പറയുന്നത്? രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? റോബർട്ട് ബോയിലാണ്, അല്ലേ? ഇനി ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, മോഡേൺ കെമിസ്ട്രിയുടെ ഫാദർ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിലോ അത് ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിൽ അത് ലാവോസിയർ ആണെന്ന് ഓർത്തിരിക്കുക. രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിൽ റോബർട്ട് ബോയിലും, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിലോ അത് ലാവോസിയറുമാണെന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. മൂന്ന് കാര്യങ്ങളും മറക്കല്ല്. രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിൽ റോബർട്ട് ബോയിലാണ്, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിലോ അത് ലാവോസിയർ ആണ്, അതുപോലെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിലോ പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഇതാണ് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണെങ്കിൽ അത് പ്രഫുല്ല ചന്ദ്ര റേ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്കറിയാം ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? ലാവോസിയർ ആണ്, അല്ലേ? ലാവോസിയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് രസതന്ത്രത്തിൽ അളവുതൂക്ക് നിയമം കൊണ്ടുവന്ന, അളവുതൂക്ക് സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അത് ലാവോസിയർ ആണ്. എന്താണ്? രസതന്ത്രത്തിൽ അളവുതൂക്ക് സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ലാവോസിയർ ആണ്. അതുപോലെ തന്നെ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ലാവോസിയർ ആണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച അല്ലെങ്കിൽ വേർതിരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അതും ലാവോസിയർ ആണ്. അതുപോലെ മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച വ്യക്തിത്വം കൂടിയാണ് ആര്? ലാവോസിയർ. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച വ്യക്തിയാണ് ആര്? ലാവോസിയർ ആണ്. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച വ്യക്തിയുടെ പേരെന്താണ്? അത് ലാവോസിയർ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? ലാവോസിയർ ആണ്. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയ വ്യക്തിയാണ് ആര്? ലാവോസിയർ ആണ്. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയ വ്യക്തിയാണ് ആര്? ലാവോസിയർ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? അത് ലാവോസിയർ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ആര്? ലാവോസിയർ. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ലാവോസിയർ. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തിയ വ്യക്തിത്വം കൂടിയാണ് ആരെന്ന് പറയുന്നത്? ലാവോസിയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടു പോയ ഒരു ശാസ്ത്രജ്ഞൻ, രസതന്ത്രജ്ഞൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? ലാവോസിയർ. ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട അല്ലെങ്കിൽ മരണമടഞ്ഞ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്? ലാവോസിയർ ആണ്. ഏറ്റവും പ്രധാനം, രസതന്ത്രത്തിൽ അളവുതൂക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നു, മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു, മാസ് സംരക്ഷണം പ്രസ്താവിച്ചു, ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകി, എന്താണ്? ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? അത് ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവും ആര് തന്നെയാണ്? ലാവോസിയർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കേണ്ടത് ആറ്റം. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. അല്ല, ആറ്റത്തെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേരാണ് ഏത്? അതാണ് അതിന്റെ ആറ്റം എന്ന് പറയുന്നതാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത് ആറ്റം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് ആറ്റം എന്ന് ഓർത്തിരിക്കുക. ആറ്റം ഒരു ഗ്രീക്ക് വാക്കാണ്. ആറ്റം എന്ന പദത്തിന് ഒരു അനുയോജ്യമായ ഗ്രീക്ക് പദമാണ് ഏത്? ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആറ്റം എന്ന പദം ഉണ്ടാകുന്നത്. ആറ്റമോസ് അല്ലെങ്കിൽ ആറ്റം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഏത്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം എന്ന അല്ലെങ്കിൽ ആറ്റമോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ് ഏത്? വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉൾത്തിരിഞ്ഞുണ്ടാകുന്നത്. അതിൽ ആറ്റമോസിന്റെയും ആറ്റത്തിന്റെയും അർത്ഥം എന്തായിട്ട് മാറുകയാണ്? വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കുവാൻ കഴിയാത്തത് എന്നാണ്. മറക്കാൻ പാടില്ല. ആറ്റോമിക ചിന്തയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അതാണ് ഡെമോക്രിറ്റസ് ആണ് എന്ന് പറയുന്നത്. ആറ്റോമിക ചിന്തയുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? അതാണ്
ആരാണ്? ഡെമോക്രിറ്റസ് ആണ് എന്ത് അറ്റോമിക ചിന്തയുടെ പിതാവാണ് ആര്? ഡെമോക്രിറ്റസ് ആണ്. അത് അറ്റോമിക ചിന്തയുടെ പിതാവാണ് ആര്? ഡെമോക്രിറ്റസ് ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതേപോലെ തന്നെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് ആരെന്ന് പറയുന്നത്? കണാദ മുനിയാണ്. ഏത്? പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്? കണാദ മുനിയാണ്. അണു എന്ന വിശേഷണം അല്ലെങ്കിൽ ആറ്റത്തിന് അണു എന്ന വിശേഷണം നൽകിയ വ്യക്തി കൂടിയാണ് ആര്? കണാദ മുനിയാണ്. മറക്കല്ല്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ചു, ആറ്റത്തിന് അണു എന്ന വിശേഷണം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? കണാദ മുനിയാണെന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഓർത്തിരിക്കണം. ഇനി ആറ്റം കണ്ടെത്തിയത്, ആറ്റം ആരാണ് കണ്ടെത്തിയത്? ആറ്റം കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? അതാണ് ജോൺ ഡാൾട്ടൺ ആണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക തന്നെ ചെയ്യല്ലേ. അപ്പൊ എന്താണ്? ആറ്റം കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? അത് ജോൺ ഡാൾട്ടൺ ആണെന്നുള്ള കാര്യം മറക്കല്ലേ. ആധുനിക അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ. അപ്പൊ എന്താണ്? ആറ്റം കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? അത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. അതേപോലെ തന്നെ ബഹു അനുപാത നിയമം, ബാഹിക മർദ്ദ നിയമം എന്നിവ അവതരിപ്പിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ഈ പറയുന്ന ജോൺ ഡാൾട്ടൺ ആണ്. എന്തൊക്കെയാണ്? ബഹു അനുപാത നിയമം, ബാഹിക മർദ്ദ നിയമം മുതലായവയൊക്കെ പ്രസ്താവിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അതും ജോൺ ഡാൾട്ടൺ ആണ്. ബഹു അനുപാത നിയമവും ബാഹിക മർദ്ദ നിയമവും അതാണ് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ ആണ്. ഇദ്ദേഹമാണ് ആറ്റം കണ്ടെത്തിയ വ്യക്തിയും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയും ആര് തന്നെയാണ്? അതും ജോൺ ഡാൾട്ടൺ ആണ്. അതേപോലെ വർണ്ണാന്തത ബാധിച്ച സയന്റിസ്റ്റ് അല്ലെങ്കിൽ രസതന്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത എന്ന് പറയുന്ന അസുഖം ബാധിച്ച സയന്റിസ്റ്റ് കൂടിയാണ് ആര്? ജോൺ ഡാൾട്ടൺ എന്ന് ഓർത്തിരിക്കുക. ഇനി PSCയുടെ ചോദ്യമാണ്, ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് PSC ചോദിച്ചാൽ നിസ്സംശയം പറയണം, ആറ്റത്തിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണം കൂടിയാണ് ഏത്? ആറ്റം. എന്താണ്? ആറ്റത്തിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ആറ്റം. ആറ്റം എന്ന് പറഞ്ഞ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ സവിശേഷതകളും അടങ്ങുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് ആറ്റം. ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല എന്ന് ഓർത്തിരിക്കണം. എന്നാൽ ആറ്റത്തിന് ചാർജ് ഉണ്ടാകും. ആറ്റത്തിന് ഏത് അവസ്ഥയിലാണ് ചാർജ് ലഭിക്കുന്നത്? ആറ്റത്തിന് പ്ലാസ്മ, പദാർത്ഥത്തിന്റെ പ്ലാസ്മ അവസ്ഥയിൽ എന്താണ്? ആറ്റത്തിന് ചാർജ് ഉണ്ട്. ഓർത്തിരിക്കുക, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. എന്നാൽ പ്ലാസ്മ അവസ്ഥയിൽ ആറ്റത്തിന് എന്തുണ്ടാകും? ചാർജ് ഉണ്ടാകും. ആറ്റത്തിന് പൊതുവേ ചാർജ് ഇല്ല, എന്നാൽ പ്ലാസ്മ അവസ്ഥയിൽ ആറ്റത്തിന് ചാർജ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റം മോഡൽസ് ഉണ്ട്. ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട മോഡൽസ് ഉണ്ട്. അതിൽ ആറ്റം മോഡൽസ് ഏറ്റവും പ്രധാനപ്പെട്ട 3 മോഡലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 1 തോംസൺ മോഡൽ, 2 റൂദർഫോർഡ് മോഡൽ, 3 ബോർ മോഡലാണ്. ഈ 3 മോഡലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട മോഡൽസ് ആണ് ഏത് പറയുന്നത്? ജെ തോംസൺ മോഡൽ, തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, ബോർ മോഡലാണ്. ഇങ്ങനെ 3 മോഡൽസ് ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഏതൊക്കെ മോഡലാണ്? തോംസൺ മോഡലുണ്ട്, റൂദർഫോർഡ് മോഡലുണ്ട്, അതുപോലെ ബോർ മോഡലുണ്ട് ഇല്ലേ. അത് നമുക്ക് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അതാണ് ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം ആദ്യമായി അവതരിപ്പിച്ച സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? അത് ജെ തോംസൺ ആണ്. മറക്കല്ലേ. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം ആദ്യമായി അവതരിപ്പിച്ച സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജെ തോംസൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തോംസൺ മോഡലിനെ കുറിച്ച്, ആറ്റത്തിന്റെ തോംസൺ മോഡൽ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പം ജെ തോംസൺ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ആറ്റം മോഡലുകളാണ് ഏതൊക്കെ? പ്ലം വുഡ് മോഡലിംഗ്, റൈസിംഗ് പുഡിംഗ് മോഡലിംഗ്, അതുപോലെ വാട്ടർ ലെമൺ മോഡൽ. ഇങ്ങനെ 3 മോഡലാണ് ഈ പറയുന്ന ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആറ്റം മോഡലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ജെ തോംസൺ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട മോഡലാണ് ഏത് പറഞ്ഞാൽ തോംസൺ മോഡലിൽ വരുന്ന പ്രധാനപ്പെട്ട മോഡലാണ് ഏത്? പ്ലം വുഡ് മോഡൽ. അല്ലെങ്കിൽ പ്ലം വുഡ് മോഡൽ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പ്ലം വുഡ് മോഡലിംഗ് അവതരിപ്പിച്ച സയന്റിസ്റ്റ് ആണ് ആര്? ജെ തോംസൺ ആണ്. അതുപോലെ റൈസിംഗ് പുഡിംഗ് മോഡൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജെ തോംസൺ ആണ്. വാട്ടർ ലെമൺ മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അപ്പൊ എന്താണ്? ഈ 3 മോഡലും എന്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? തോംസൺ മോഡലിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? അതായത് പ്രധാനപ്പെട്ട 3 മോഡൽ, തോംസൺ മോഡലുണ്ട്, റുദർഫോർഡ് മോഡലുണ്ട്, ബോർ മോഡലുണ്ട്. അതിൽ തോംസൺ മോഡലിനകത്ത് ആറ്റത്തിന്റെ
ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട മോഡൽസ് ആണ് ഏത്? പ്ലം പുഡിംഗ് മോഡലിംഗ്, റൈസ് പുഡിംഗ് മോഡലിംഗ്, അതുപോലെ വാട്ടർ ലെമൺ മോഡലിംഗ് ആണ്. ഈ 3 മോഡലും അവതരിപ്പിച്ച സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? അത് ജെ തോംസൺ ആണെന്നുള്ള കാര്യം മറക്കല്ലേ. ഇനി ജെ തോംസൺ അല്ലെങ്കിൽ ഈ പറയുന്ന തോംസൺ മോഡലിനകത്തെ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നതാണ് പ്രധാനമായിട്ടും അവരുടെ ഐഡിയ. ഈ പറയുന്ന പ്ലം പുഡിങ്ങിന്റെയും റൈസ് പുഡിങ്ങിന്റെയും വാട്ടർ ലെമനൊക്കെ കൊണ്ട് ആറ്റത്തിന്റെ ഘടനയെ അവർ മനസ്സിലാക്കിയത് പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നതാണ് പ്രധാനമായിട്ടും ജെ തോംസന്റെ ആറ്റം മോഡൽ അവർ കണ്ടെത്തിയ എന്താണ്? ആറ്റത്തെക്കുറിച്ച് അവർ നിർവചിച്ച എന്താണ്? പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് തോംസൺ മോഡൽ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. റൂദർഫോർഡ് മാതൃക അറിയപ്പെടുന്നത് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന റൂദർഫോർഡ് മാതൃകയാണ്. PSC ഒരുപാട് വെച്ചിട്ടാണ്. സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്ന ഏത് മാതൃകയാണ്? അത് റൂദർഫോർഡ് മാതൃകയാണ്. അപ്പോൾ സൗരയൂഥ മാതൃക കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ആര്? റൂദർഫോർഡ് അല്ലേ. ഒന്ന് നോക്കിയേ, ഈ പറയുന്ന റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്ററിംഗ് പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഏത്? റൂദർഫോർഡിന്റെ ആറ്റത്തെക്കുറിച്ചുള്ള മാതൃക എന്ന് പറയുന്നതാണ് ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്കാറ്ററിംഗ് പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റൂദർഫോർഡ് മാതൃക എന്ന് പറയുന്നത്. വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല, നല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റൂദർഫോർഡിന്റെ മാതൃക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. മറക്കാതിരിക്കുക, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഉണ്ടായ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അതാണ് നീൽസ് ബോർ എന്ന് പറയുന്ന വ്യക്തി. മറക്കരുത്, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. 3 മാതൃക ഉണ്ടെന്ന് പറയും. തോംസൺ മാതൃക, റൂദർഫോർഡ് മാതൃക, അതുപോലെ എന്താണ് ബോർ മാതൃക. എന്താണ്? റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ് അല്ലേ. ആധുനിക ആറ്റം മാതൃകയുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. മറക്കല്ല്, ആധുനിക ആറ്റം മാതൃകയുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. ആധുനിക ആറ്റം മാതൃകയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നീൽസ് ബോർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനം എന്താണ്? ക്വാണ്ടം തിയറിയാണ്. മറക്കല്ല്, നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയുടെ അടിസ്ഥാനം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ക്വാണ്ടം തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നീൽസ് ബോർ ആറ്റം മാതൃക ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ ആണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? നീൽസ് ബോർ. ഓക്കെ, ആധുനിക ആറ്റം മാതൃകയുടെ പിതാവ് ആരാണ്? നീൽസ് ബോർ ആണ്. അതിനെ അടിസ്ഥാനമാക്കിയ സിദ്ധാന്തമാണെങ്കിലോ ക്വാണ്ടം തിയറി അടിസ്ഥാനപ്പെടുത്തിയാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ വ്യക്തിയും ആര് തന്നെയാണ്? നീൽസ് ബോർ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ PSCയുടെ ചോദ്യമായിരിക്കും. ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങളാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. മറക്കല്ല്, ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ 3 ആണ്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. എന്താണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങളാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് ഓർത്തിരിക്കണം. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗം അറിയപ്പെടുന്നത്, മൗലിക കണങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണെങ്കിലും ഒരു ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗം അറിയപ്പെടുന്നത് എപ്പോഴും എന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് അതിന്റെ ന്യൂക്ലിയസ് എന്നാണ്. ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന ന്യൂക്ലിയസ് എന്നാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസും. ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങളാണെങ്കിലോ അത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണെങ്കിലോ അത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ റൂദർഫോർഡ് ആണ്. എന്ത് കണ്ടുപിടിച്ചത്? ഈ പറഞ്ഞ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? അത് റൂദർഫോർഡ് ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന
മറ്റു ഭാഗങ്ങളാണ് ഏത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയോണുകളാണ് കേട്ടോ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയോണുകളും കാണപ്പെടുന്ന എന്തിനകത്താണ്? ഈ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനെ കൂടാതെ കാണപ്പെടുന്ന മറ്റാണ് ഏതൊക്കെ എന്ന് പറയുന്നത്? കേന്ദ്രഭാഗത്ത് കാണുന്ന മറ്റാണ് ഏതെന്ന് പറയുന്നത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയോണുകളും കാണപ്പെടുന്നതാണ് ഈ ന്യൂക്ലിയസ് പാർട്ടിക്കിൾസിലാട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലിപ്പത്തിനേക്കാൾ എത്ര വലുതാണ്? ആറ്റം തന്നെ ചെറിയൊരു ഘടകമാണ്. ഈ ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലിപ്പത്തെക്കാൾ എത്ര മടങ്ങ് വലുതാണെന്ന് വെച്ചാൽ 10⁵ ആട്ടോ. 10⁵ ഇരട്ടി, 10⁵ മടങ്ങ് വലുതാണ് ഏത്? ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലിപ്പത്തെക്കാൾ 10⁵ മടങ്ങ് വലുതാണ്. 10⁵ മടങ്ങ് വലുതാണെന്ന് ഓർത്തിരിക്കുന്നതാണ്. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലിപ്പത്തെക്കാൾ 10⁵ മടങ്ങ് വലിപ്പമാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലിപ്പത്തെക്കാൾ 10⁵ മടങ്ങ് വലിപ്പമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന എന്തിനകത്താണ്? ന്യൂക്ലിയസിലാണ്. മറക്കല്ലേ. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന എന്തിനകത്താണ്? ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും ആറ്റത്തിന്റെ മൗലിക കണങ്ങളായിട്ടുള്ള ആദ്യ കണമായിട്ടുള്ള ഇലക്ട്രോണിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജെ തോംസൺ ആണ്. എന്ത്? ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണ്. അതേപോലെ ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. മറക്കല്ല്. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് എന്ന് പറയുന്നത് അത് ഇലക്ട്രോൺ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി ഈ പറയുന്ന ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 9.10 × 10⁻³ കിലോഗ്രാം ആണ്. മറക്കല്ല്. ഈ പറയുന്ന ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ മാസ് ചോദിച്ചാൽ 9.109 × 10⁻³ കിലോഗ്രാം ആണ് ഏത്? ആറ്റത്തിന്റെ മാസ്. 9.10 × 10⁻³ കിലോഗ്രാം ആണ് ഏതെന്ന് പറയുന്നത് ആറ്റത്തിന്റെ മാസ്. 9.109 × 10⁻³ കിലോഗ്രാമാണ് ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. അതുപോലെ ആറ്റത്തിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.602 × 10⁻19 കുളോം ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പൊ എന്താണ്? ചാർജ് ആണെങ്കിൽ 1.602 × 10⁻19 കൂളോം ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ചാർജ് കേട്ടോ. ഇത് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖല കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി. അപ്പം നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള കണമല്ലേ എന്ന് പറയുന്നത് ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ചാർജ് കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മിലിക്കൺ ആണ്. ഈ പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? മിലിക്കൺ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ ചാർജ് കണ്ടെത്തുവാൻ സഹായകരമായി മിലിക്കണിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമുണ്ട്. അതാണ് ഏത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. മറക്കല്ല്. ഇലക്ട്രോണിന്റെ ചാർജ് ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? മിലിക്കൺ ആണ്. മിലിക്കൺ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തുവാൻ സഹായകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് എന്ന് പറയുന്നത് അതാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ് അല്ലേ. അതേപോലെ തന്നെ ഇലക്ട്രോൺ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണ്. മറക്കാതിരിക്കുക. ഇലക്ട്രോൺ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണ്. മറക്കല്ല്. ഇലക്ട്രോൺ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണെന്നുള്ള കാര്യം മറക്കല്ല്. അതിന് ജെ തോംസൺ സഹായകരമായ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് ഏത്? കാഥോഡ് റേ പരീക്ഷണമാണ്. കാഥോഡ് റേ പരീക്ഷണം എന്താണ്? ഇലക്ട്രിക്കൽ മാസും ഇലക്ട്രിക്കൽ ചാർജ് തമ്മിലുള്ള അനുപാതം കണ്ടെത്താൻ ജെ തോംസനെ സഹായിച്ച പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ഏത്? കാഥോഡ് റേ പരീക്ഷണമാണ്. നമുക്ക് പഠിച്ചേണ്ട ചോദ്യം ഇതാണ്. ഇലക്ട്രോണിക് മാസും ഇലക്ട്രിക്കൽ ചാർജ് തമ്മിലുള്ള അനുപാതം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണെന്നുള്ള കാര്യം മറക്കല്ല. ഇലക്ട്രിക്കൽ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ തോംസൺ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അതിന്റെ ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത്? എന്താണ്? ആ പദാർത്ഥത്തിന്റെ ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ആ ലോഹത്തിന്റെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കാൻ ഇലക്ട്രോണിനെ സഹായകരമാകുന്നുണ്ട്. അതുപോലെ ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെന്നുള്ള
കാര്യം മറക്കുക. ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് ഏത്? ഇലക്ട്രോൺ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതേപോലെ ഒരു ആറ്റത്തിലെ ഭാരം കുറഞ്ഞ മൗലിക കണം കൂടിയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ. ഇത്രയും കാര്യം മറക്കല്ല്. ഇതൊക്കെ ഇലക്ട്രോണിന്റെ പ്രത്യേകതയാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തി. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ഭാരം കുറഞ്ഞ മൗലിക കണം കൂടിയായിട്ട് മാറിയാണ് ഏത്? ഇലക്ട്രോൺ എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഓർത്തിരിക്കണം. മൗലിക കണങ്ങളുടെ അടുത്ത പ്രോട്ടോണിനെ കുറിച്ച് പറയാൻ പോവുകയാണ് അല്ലേ. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണെന്ന് പറയുന്നത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണെന്ന് പറയുന്നത് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയ അല്ലേ. ഇനി പ്രോട്ടോണിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.6726 × 10⁻⁻27 kg ആണ്. ഒന്ന് ഓർത്തിരിക്കുക. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.6726 1.6726 × 10⁻27 കിലോഗ്രാം kg ആണ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ആ പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് റൂദർഫോർഡ് ആണ് അല്ലേ. അതേപോലെ തന്നെ മൗലിക കണങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ളതാണ് ഏത്? പോസിറ്റീവ് ചാർജുള്ള കണമാണ് എന്ന് പറയുന്നത് പ്രോട്ടോൺ. മറക്കല്ല്, പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? പ്രോട്ടോൺ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഒരാറ്റം എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഒരു ആറ്റം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം കണ്ടെത്തിയ റൂദർഫോർഡ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള കണമാണ്. ഒരാറ്റം എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അല്ലെങ്കിൽ പ്രോട്ടോണുകളെ അടിസ്ഥാനപ്പെടുത്തിയെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? പ്രോട്ടോൺ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഇതേ പ്രോട്ടോൺ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നോ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഈ പറയുന്ന പ്രോട്ടോൺ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഒരു ആറ്റത്തിലെ പ്രോട്ടോൺ ഇലക്ട്രോണുകൾ തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും എന്താണ്? തുല്യമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തയാണ് എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക് ആണ്. ഏത്? ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെയിംസ് ചാഡ്വിക് ആണെന്നുള്ള കാര്യം മറക്കല്ലേ. ചാർജ് ഇല്ലാത്ത കണമാണ് എന്ന് പറയുന്നത് ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ മാസ് ആണ് ഏത്? 1.6749 × 10⁻27 kg ആണ്. എത്രയാണ്? 1.6749 × 10⁻27 കിലോഗ്രാം ആണ് ഏതെന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. 1.6749 × 10⁻27 കിലോഗ്രാം ആണ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോണിന്റെ മാസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭാരം കൂടിയ മൗലിക കണം കൂടിയാണ് എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ഭാരം കൂടിയ മൗലിക കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ മൗലിക കണങ്ങൾ, ഈ 3 മൗലിക കണങ്ങൾക്ക് അപ്പുറമായി കണ്ടെത്തിയിട്ടുള്ള സൂക്ഷ്മ കണങ്ങളാണ്. അതിനോട് ചേർന്നുള്ള സൂക്ഷ്മ കണങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് മിസോണുകൾ, ന്യൂട്രിനോണുകൾ, അതുപോലെ ആന്റി ന്യൂട്രിനോണുകൾ, പോസിട്രോൺ പോലുള്ള സൂക്ഷ്മ കണികൾ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക. ഇതൊരു PSC പഴയൊരു പ്രീവിയസ് ആട്ടോ, അത് ചുമ്മാ എഴുതിയിട്ടെന്നേ ഉള്ളൂ, ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രോണിന്റെ അതേ മാസം ഇലക്ട്രോണിന്റെ വിപരീത ചാർജുമുള്ള കണം ഏതാണ്? ഇലക്ട്രോണിന്റെ അതേ മാസം ഇലക്ട്രോണിന്റെ വിപരീത ചാർജുമുള്ള കണമാണ് ഏത്? പോസിട്രോൺ ആണ്. മറക്കല്ലേ, പോസിട്രോൺ ആണ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ അതേ മാസം ഇലക്ട്രോണിന്റെ വിപരീത ചാർജുമുള്ള കണമാണ് ഏത്? പോസിട്രോൺ ആണ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. മൗലിക കണങ്ങൾക്ക് പുറമേ കാണപ്പെടുന്ന സൂക്ഷ്മ കണങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? മിസോണുകൾ, ന്യൂട്രിനോണുകൾ, ആന്റി ന്യൂട്രിനോ, പോസിട്രോൺ ആണ്. ഇതിനകത്ത് പോസിട്രോൺ എന്നുള്ളത് എടുത്തു പഠിക്കണം. ഇലക്ട്രോണിന്റെ അതേ മാസം ആയിരിക്കും, പക്ഷേ ഇലക്ട്രോണിന്റെ വിപരീത ചാർജുമുള്ള കണമാണ് ഏത്? പോസിട്രോൺ കണങ്ങൾ എന്ന് പറയുന്നത്. ഈ പോസിട്രോൺ കണങ്ങൾ ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ഏത്? കാൾ ആൻഡേഴ്സൺ ആണ്. ആരാണ്? കാൾ ആൻഡേഴ്സൺ. മറക്കല്ല്, കാൾ ആൻഡേഴ്സൺ ആണ്. അടുത്തത് ഷെൽ ആൻഡ് സബ്ഷെല്ലാണ്. സെൽ ആൻഡ് സബ്ഷെല്ലും കൂടെ ഓർത്തിരിക്കുക. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതയെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. നമ്മൾ പഠിക്കേണ്ടത് ഷെല്ലും സബ്ഷെല്ലും എന്താണെന്നാണ്. അതിന് ഷെൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയാൽ വളരെ എളുപ്പമായിരിക്കും. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാര പാതയാണ് എന്ന് പറയുന്നത് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാര പാതയെ നമ്മൾ ഷെൽ
അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയെ, ഒരു നിശ്ചിതമായ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് ഏത് അല്ലെങ്കിൽ ഓർബിറ്റ് ആണ് ഇത്? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് കെ, എൽ, എം, എൻ മുതലായവയൊക്കെ പ്രധാനപ്പെട്ട ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലുകളാട്ടോ. അതേപോലെ തന്നെ ഒരു ഷെല്ലിലും കാണപ്പെടുന്ന ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലയെ വിളിക്കുന്ന പേരാണ് ഏത്? സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്നറിയപ്പെടുന്നത്. മറ്റേത് ഓർബിറ്റ് ആണെങ്കിൽ ഓർബിറ്റൽ ആണ് അല്ലേ. ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലയാണ് എന്ന് പറയുന്നത് സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലയാണ് എന്ന് പറയുന്നത് സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ ഇലക്ട്രോണും കാണാൻ സാധിക്കുന്ന പ്രദേശമാണ് ഏത്? സബ്ഷെൽ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ഒരു ഇലക്ട്രോൺ കാണാൻ കഴിയുന്ന പ്രദേശം കൂടിയാണ് ഏത്? സബ്ഷെൽ. ഒരു ഇലക്ട്രോൺ മാത്രം കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏത്? സബ്ഷെല്ല്. പ്രധാനപ്പെട്ട സബ്ഷെൽസ് ആണ് ഏത്? എസ്, പി, ഡി, എഫ് ആണ്. എസ് സബ്ഷെൽ ഉണ്ട്, പി സബ്ഷെൽ ഉണ്ട്, ഡി സബ്ഷെൽ ഉണ്ട്, എഫ് സബ്ഷെൽ ഉണ്ട് ഇല്ലേ. അപ്പൊ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലയാണ് സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റലാണ്. അതേപോലെ ഒരു ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ഏത്? സബ്ഷെൽ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട സബ്ഷെൽ ആണ് എന്ന് പറയുന്നത് എസ്, പി, ഡി, എഫ് ഒക്കെ എന്താണ്? പ്രധാനപ്പെട്ട സബ്ഷെൽ ആണ്. ഇത് ചുമ്മാ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. കെ ഷെൽ ഉൾപ്പെടുന്ന സബ്ഷെൽ ഏതാണ്? കെ ഷെല്ലിനകത്ത് ഉൾപ്പെടുന്ന സബ്ഷെൽ ആണ് എന്ന് പറയുന്നത് എസ് സബ്ഷെൽ ആണ് ഏത്? കെ ഷെല്ലിനകത്ത് ഉൾപ്പെടുന്ന സബ്ഷെൽ ആണ് ഏത്? എസ് ആണ്. എൽ ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ്ഷെൽ ആണ് ഏത്? എസും പിയുമാണ്. എല്ലിൽ ഉൾപ്പെടുന്ന സബ്ഷെൽ ആണെങ്കിൽ അത് എസും പിയുമാണ്. എം ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ്ഷെൽ ആണെങ്കിലോ എസ് പി ഡി ആണ്. എസും പിയും ഡിയും എം സബ്ഷെല്ലിൽ ഉൾപ്പെടുന്നതാണ്. ഇനി എൽ ഷെല്ലിനകത്ത് ഉൾപ്പെടുന്നതാണെങ്കിൽ അത് എസ് പി ഡി എഫ് ആണ്. 4 സബ്ഷെല്ലിൽ എന്ത് ഉൾപ്പെടാറുണ്ട്? എൻ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഉൾപ്പെടാറുണ്ട്. ഒന്ന് ഓർക്കുക, കെ ഷെല്ലിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ എസ് സബ്ഷെല്ല്, എൽ ഉൾപ്പെടുന്നതാണെങ്കിൽ എസ് പി സബ്ഷെല്ല്, എം ഉൾപ്പെടുന്നതാണെങ്കിൽ എസ് പി ഡി സബ്ഷെല്ല്, എന്നിലാണെങ്കിൽ 4 സബ്ഷെല്ലുണ്ട്. എസും പിയും ഡിയും എഫും സബ്ഷെൽ എന്തിനകത്താണ്? എന്നിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇല്ലേ. ഇനി അവസാന പാർട്ടാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? അതിന്റെ അറ്റോമിക നമ്പർ എന്നാണ്. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പദം നമുക്ക് ഇംഗ്ലീഷിലെ ഇസഡ് കൊണ്ട് അടയാളപ്പെടുത്തുക അല്ലേ. അപ്പൊ എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ എന്ത് വിളിക്കും? അതിന്റെ ആകെത്തുകയെ നമ്മൾ എന്ത് വിളിക്കും? അതിന്റെ അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ സംഖ്യ കൊടുക്കുന്നുണ്ട്, അതിന്റെ സിമ്പിൾ ആയിട്ട് ഇസഡ് കൊടുക്കുന്നില്ലേ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ അറ്റോമിക മാസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അറ്റോമിക മാസിന് എ എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തുക. രണ്ടും മറക്കല്ല്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അറ്റോമിക നമ്പർ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നുണ്ട്. അറ്റോമിക നമ്പറിനെ ഇസഡ് എന്നും അറ്റോമിക മാസിനെ നമ്മൾ എ എന്നും കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് അല്ലേ. അതേപോലെ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യവസ്ഥ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഏത്? ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഇത്രയും ഓർത്താൽ മതി. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ന് പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആണെങ്കിൽ ഉത്തരം എന്താണ്? അത് ഐസോടോപ്പുകൾ. അങ്ങനെ പഠിച്ചാൽ മതി. ഒരു അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഐസോടോപ്പുകൾ. അത് അടുത്തെന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണെങ്കിലോ അത് ഐസോബാറുകളാണ്. ഇത് നോക്കി രണ്ടും മനസ്സിലാക്കുക. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിൽ അത് ഐസോടോപ്പുകൾ എന്നും, ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ളതാണെങ്കിലോ അത് ഐസോബാറുകളുമാണ്. എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമാണെങ്കിൽ ഐസോബാറുകൾ എന്നും, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിലോ അത് ഐസോടോപ്പുകൾ എന്നും അറിയപ്പെടുന്നത്. രണ്ടും ബുക്കിലേക്ക് എഴുതി പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റമാണെങ്കിലോ അത് ഐസോട്ടോണുകളാണ്. മറക്കല്ല്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റമാണെങ്കിൽ അത് ഐസോട്ടോണുകൾ എന്നും അറിയപ്പെടാറുണ്ട്. ഒരേ എണ്ണം ന്യൂട്രോൺ അടങ്ങിയ ആറ്റമാണെങ്കിൽ ഐസോട്ടോണുകൾ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നുള്ള 10th ലെവൽ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് കുറച്ച് നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കേട്ട് പഠിച്ചത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപകാരപ്പെടുത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു.